ഹലോ നമസ്കാരം. മഴത്തോര മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹരിയും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് ശരണ്യയെ ആകെ പിച്ച് ചീന്തി ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയേക്കാണ്. ശരണ്യയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇവരാണെങ്കിൽ ശരണ്യയെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് കടന്ന് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് ശരണ്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് ശരണ്യ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. ഗ്യാങ് റേപ്പാണ് നടന്നത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഹോസ്പിറ്റലുകാർ പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാണ്. അങ്ങനെ സംഭവം ആകെ ഫ്ലാഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാരാണ് എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെയൊക്കെ അന്വേഷണത്തിലാണ് പോലീസ്. അതേസമയം ഹരിയും കൂട്ടുകാരും ഒക്കെ ആകെ പെട്ടിരിക്കുകയാണ്. ഹരി പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് അവരോട് ഭയങ്കരമായിട്ട് വഴക്കിടുകയാണ്. നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊണ്ടുപോയി ഇതിൽ ചാടിച്ചതാണ്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറയുമ്പോൾ പെടുകയാണെങ്കിൽ എല്ലാവരും പെടും. നീ ഇവിടെ വന്നതല്ലേ, നീ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത് നീയല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ രോഹിത് തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നീ എന്തിനാടാ ഹരി നീ എന്നെ ഇതിൽ കൊണ്ടുപോയി ചാടിച്ചത്, നീ ഇത്രയ്ക്കും വൃത്തികെട്ടവനായിരുന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഹരിയോട് ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്. ആ സമയത്ത് ഹരി രോഹിത്തിനെ പിടിച്ച് തല്ലുന്നുണ്ട്. നീ പിന്നെ എന്ത് വിചാരിച്ചടാ, ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചാടുമ്പോൾ അതിൻ്റെ പുറകിൽ നീയും വേണം, അല്ലാതെ നിന്നെ മാത്രമായിട്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വയ്യ, ഞാൻ പോവാണ്, ഞാൻ എല്ലാവരോടും വിളിച്ച് പറയും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞങ്ങൾ മാത്രമല്ല നീയും പെടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ രോഹിത് അവരോട് പിണങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനായിട്ട് വീട്ടിലേക്ക് തന്നെയാണ് രോഹിത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഹരി വിളിക്കുന്നുണ്ട്, എടാ പോവല്ലേടാ, നീ നിൽക്ക്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രോഹിത് നിൽക്കുന്നില്ല. അപ്പോൾ ഹരിയും കൂട്ടുകാരും ആകെ പെട്ടൊരവസ്ഥയിലാണ്. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അവർ മാറി നിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അങ്ങനെ അവർ എവിടേക്കെങ്കിലും ഒരു ടൂറ് പോലെയൊക്കെ പോയി മാറി നിൽക്കാമെന്ന് തീരുമാനിച്ച് പോവാണ്. അതേസമയം നമ്മുടെ രോഹിത്താണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നത് ആകെ പേടിച്ച് വിറച്ച് ആകെ ടെൻഷനായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ആകെ ടെൻഷനാവുന്നുണ്ട്. ആ ശരണ്യെ അത്രയധികം അവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് രോഹിത്തിന് അറിയാം. രോഹിത്ത് ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഹരിയുടെ ട്രാപ്പിൽ രോഹിത്ത് വീണതാണ്. രോഹിത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആകെ പിച്ച് ചീന്തിയൊക്കെയാണ് ആ കുട്ടിയെ എന്നുള്ളത് രോഹിത്ത് മനസ്സിലാക്കുകയാണ്. ഹരി തന്നെ ഇത്രയും നാളും കൂടെ കൊണ്ട് നടന്ന് ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം കൂടെ ഹരി തിരിച്ചറിയുന്നുണ്ട്. ആ സമയത്ത് ഹരി ആകെ പേടിച്ച് പോവുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോൾ ഇത്രയും നാളും എല്ലാവരും തന്നോട് പറഞ്ഞിരുന്നു ഹരിയുടെ കൂടെ കൂടരുത് എന്ന്. അലീന അടക്കം പറഞ്ഞതൊക്കെ ഹരിയുടെ കൂടെ കൂടരുത് എന്നുള്ള കാര്യം രോഹിത് ഇങ്ങനെ ഓർത്ത് പോവുകയാണ്. അപ്പോൾ ആകെ ടെൻഷനായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കണം. അപ്പോൾ ബൈക്ക് വന്ന സൗണ്ട് കേട്ടിട്ടും കോളിംഗ് ബെൽ അടിക്കാത്തത് കാരണം ആരാ വന്നത് എന്ന് അലീന ഇങ്ങനെ അകത്ത് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്താണ് വന്ന് നിൽക്കുന്നത് എന്ന് കണ്ടപ്പോൾ അലീന പെട്ടെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അലീനയെ കണ്ടതും രോഹിത് പേടിച്ച് പോവുകയാണ്. എന്ത് പറ്റി രോഹിത് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ആകെ ഭയന്ന് പോകട്ടെ, എന്ത് പറയണമെന്നൊന്നും അറിയാതെ രോഹിത് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ രോഹിത്തിന് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ രോഹിത്തും തീരുമാനിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം, എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് രോഹിത്തും നിൽക്കുന്നത്. അങ്ങനെ രോഹിത്ത് പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് വാതിലടയ്ക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അതേസമയം മുകളിൽ പോയിട്ട് രോഹിത്തിൻ്റെ ഡോറിൽ മുട്ടുന്നുണ്ട്. രോഹിത്ത് വാതിൽ തുറക്കുക, എന്താ പറ്റിയത് നിനക്ക് എന്നൊക്കെ വിളിച്ചിട്ടും രോഹിത്ത് വാതിൽ തുറക്കുന്നില്ല. രോഹിത്താണെങ്കിൽ ആകെ പേടിച്ചിങ്ങനെ ഒരു മൂലയ്ക്ക് ചുരുണ്ട് കൂടി ഇരിക്കുക കേട്ടോ. ആകെ ഭയന്നിരിക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ട്. നാട്ടുകാരറിയും, വീട്ടുകാരറിയും, എല്ലാവരും അറിയും, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിയാണ് രോഹിത്ത്. എന്താണെങ്കിലും വരുന്നത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ളൊരു സംഗതിയാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭവിഷ്യത്തോർത്തിട്ട് ആകെ ടെൻഷനിലാണ്. അങ്ങനെ രോഹിത്ത് ആ റൂമിൽ ഇങ്ങനെ കഥ കടിച്ചിരിക്കണം. അതേസമയം ഹരി രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. രോഹിത്ത് ഫോൺ എടുക്കുന്നില്ല. ബ്ലഡി റാസ്കൾ, അവൻ എന്നെ കൊണ്ടുപോയി ചാടിച്ചതാണ്, എന്നെ കൊണ്ടുപോയി കെണിയിൽപ്പെടുത്തിയതാണ്, അവന് വീണ്ടും വിളിക്കുകയാണ് ഇനി അടുത്ത കെണിയായിട്ട് എന്നൊക്കെ അങ്ങനെ ഭ്രാന്തമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതേസമയം അലീന ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അതും കൂടി ആയപ്പം ഭയങ്കര ദേഷ്യം വരികയാണ്. പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് എന്താ എന്ന് ചോദിക്കണം. എന്താ രോഹിത്, എന്താ നിനക്ക് പറ്റിയത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് അലീനയെ പിടിച്ച് ആട്ടുക കേട്ടോ.
അപ്പോൾ അലീന പെട്ടെന്ന് പേടിച്ചിട്ട് പുറകോട്ട് മാറുന്നുണ്ട്. ഇവൻ്റെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ്. അലീന പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. "അച്ഛാ, രോഹിത് ഇവിടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്" എന്ന് പറയാണ്. പക്ഷെ അവൻ്റെ ആകെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അവൻ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം. അപ്പോൾ അവൻ എന്ത് കുഴപ്പം സംഭവിക്കാൻ? അവൻ വന്ന് കയറിയപ്പോൾ മുതൽ ആകെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് വന്ന് കയറിയത്. ഞാൻ ചോദിക്കുന്നതിനൊക്കെ തട്ടിക്കയറുകയാണ്. അവൻ ആകെ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടതുപോലെയാണ് പെരുമാറുന്നത് എന്ന് പറയണം. എന്താണെങ്കിലും ഞാൻ വീട്ടിലേക്ക് വരാം, എന്നിട്ട് അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം രോഹിത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തൻ്റെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ രോഹിത് ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. തൻ്റെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു പോകുന്നു. ഫോൺ അവിടെ തന്നെ വെച്ചിട്ടാണ് രോഹിത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അലീന വന്ന് ഫോൺ ചെയ്ത് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ബാഗ് ഒക്കെ ആയിട്ട് രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. "നീ എങ്ങോട്ടാണ് രോഹിത് പോകുന്നത്?" എന്ന് ചോദിക്കുമ്പോൾ, "അത് ചോദിക്കാൻ നീ ആരാടി?" എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. "നീ എവിടെയും പോകണ്ട, നീ ഇപ്പോൾ എവിടെയും പോകണ്ട, നീ ഇവിടെ നിൽക്കുക, അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് എന്താണെങ്കിലും നിൻ്റെ പ്രശ്നം സോൾവ് ആക്കാം" എന്നൊക്കെ പറയുന്നുമ്പോൾ രോഹിത് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. "വഴിയിൽ നിന്ന് മാറടി, ഞാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ വഴി, എനിക്ക് പോകണം" എന്നൊക്കെ പറഞ്ഞ് അവളെ തള്ളി മാറ്റിക്കൊണ്ട് രോഹിത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതേസമയം രോഹിത്തിൻ്റെ ഫോൺ എടുക്കാൻ മറന്നിട്ടാണ് രോഹിത് പോയിട്ടുള്ളത്. അപ്പോൾ രോഹിത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അലീന എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണ വീട്ടിലേക്ക് വരുന്നത്. സ്കൂൾ വിട്ടിട്ട് വരികയാണ്. അപ്പോൾ കൃഷ്ണയെ കണ്ടപ്പോൾ അലീന ഇങ്ങനെ ആകെ പകച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, "എന്ത് പറ്റി ചേച്ചി? ചേച്ചി എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്?" എന്ന് ചോദിക്കുമ്പോൾ, "അത് മോളെ, രോഹിത് വന്നിരുന്നു. ആകെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാണ് വന്നത്. വന്ന് ആകെ ഒരു വെപ്രാളത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതേ ബാഗും എടുത്തുകൊണ്ട് തിരിച്ചു പോയി" എന്ന് പറയാണ്. "തിരിച്ചു പോയെന്നോ? എങ്ങോട്ടാണെന്നറിയില്ല. ചേച്ചി അച്ഛനോട് പറഞ്ഞില്ലേ?" "അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ രോഹിത് ഇവിടെ നിന്ന് പോയി" എന്ന് പറയണം. അപ്പോൾ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും എന്തോ ഒരു സംതിങ് റോങ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ആ സമയത്ത് തന്നെയാണ് ബബിതയും വരുന്നത്. എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, "രോഹിത്തേട്ടൻ വീട്ടിലേക്ക് വന്നത് ആകെ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടതുപോലെയായിരുന്നു" എന്നാണ് അലീന ചേച്ചി പറയുന്നത്. ആകെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ റൂമിലൂടെ നടക്കുകയായിരുന്നു എന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അലീന ചേച്ചിയോട് തട്ടിക്കയറി എന്ന് പറയണം. "അത് ബോയ്സ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് എന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെടാൻ പോകുന്നത്? ഇത് അങ്ങനെയല്ല ചേച്ചി, എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്പോർട്ട് ചെയ്യില്ലേ? എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ടാണ് തോന്നുന്നത്" എന്ന് പറയണം. എന്നിട്ട് "രോഹിയേട്ടൻ എവിടെ, മുകളിലുണ്ടോ?" എന്ന് ചോദിക്കുമ്പോൾ, "ഇല്ല, അച്ഛനെ വിളിച്ച് വരാൻ പറഞ്ഞപ്പോഴേക്കും രോഹിയേട്ടൻ ബാഗ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി" എന്ന് പറയണം. "ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയെന്നോ?" "ആ, ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇപ്പം അടുത്തൊന്നും ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളൊരു മട്ടിലല്ല, കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്" എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്കും എന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുന്നതാണ്. അപ്പോൾ എന്നാൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് പറയാം എന്ന് പറയാണ്. അങ്ങനെ അലീന വേഗം ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. "ആ മോളെ, ഞാൻ എന്താ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം എത്തും. രോഹിത് എന്താ ചെയ്യുന്നത്? അവൻ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണോ?" "അത് അച്ഛാ, അവൻ ഇവിടെ ഇല്ല, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി" എന്ന് പറയണം. "ഇറങ്ങിപ്പോയെന്നോ? എങ്ങോട്ട്?" "ഇതേ ഞാൻ എത്തിയിട്ട് സംസാരിക്കാം" എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുകയാണ്. എത്തി ഉടനെ തന്നെ ഇവർ ഇങ്ങനെ എല്ലാവരും 3 പെൺപിള്ളേരും ആ ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ട്. "എന്താ അച്ഛാ, എന്താ പറ്റിയതെന്ന് അറിയത്തില്ല. രോഹിത് വന്നപ്പോൾ തന്നെ ആകെ വെപ്രാളത്തിലായിരുന്നു. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ചാടിക്കടിക്കാൻ വന്നു. പിന്നെ ഞാൻ അച്ഛനെ വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ബാഗൊക്കെ എടുത്ത് പോകാൻ നിൽക്കുകയാണ്" എന്ന് പറയണം. "നിനക്ക് തടയാമായിരുന്നില്ലേ, പോകരുതെന്ന് പറഞ്ഞുകൂടായിരുന്നു" എന്ന് ചോദിക്കുമ്പോൾ, "ഞാൻ പറഞ്ഞാൽ നിൽക്കുമോ അച്ഛാ രോഹിത്? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, ഞാൻ പിടിച്ചു വെക്കാൻ നോക്കി, എന്നെ കൈയൊക്കെ തട്ടി തെറിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്" എന്ന് പറയണം. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് എല്ലാവർക്കും. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ശരണ്യ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ അങ്ങനെ കിടക്കുകയാണ്. ജീവനോ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിനും ജീവിതത്തിനും നടുക്കുള്ളൊരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു കണ്ടീഷനാണ്. അത്രയും പൈശാചികമായിട്ട് ശരണ്യ ഹരിയും കൂട്ടുകാരും കൂടെ പിച്ച് ചീന്തിയേക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, ഈ കുട്ടി ഇത്രയധികം വളരെ ക്രൂരമായിട്ടാണല്ലോ അവർ ഇങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്തേക്കുന്നത്, ഇത്രയൊക്കെ ഈ കുട്ടിയോട് വിരോധമായിരുന്നോ എന്നുള്ള രീതി അത്രയും പൈശാചികമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടേഴ്സ് ഭയങ്കര കഠിന ശ്രമത്തിലാണ്. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് അവിടെയുള്ള സിസ്റ്റേഴ്സിനോടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യങ്ങളും അപ്പോൾ അവർ ഇങ്ങനെ സ്വമേധയാ പോലീസ് കേസ് എടുക്കുകയാണ് ഇങ്ങനൊരു ഗ്യാങ് റേപ്പിന്. ഈ കുട്ടി ഏതാണെന്ന് ഒന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ അവളുടെ ബാഗൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് അതൊക്കെ പരിശോധിക്കുമ്പോൾ കോളേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുകയാണ്. കുട്ടിയുടെ പേര്
ശരണ്യ എന്നും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പോലീസ് തന്നെ ശരണ്യയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ശരണ്യയുടെ ചേട്ടനാണ് ഫോൺ എടുക്കുന്നത്. ഹലോ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ശരണ്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അനിയത്തിയാണ് ശരണ്യ എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയണം. അത് കേട്ടതും ശരണ്യയുടെ ചേട്ടൻ ആകെ പേടിച്ചു പോകണം. എന്ത് പറ്റി, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ അവരും ആകെ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിക്കണം. അതേസമയം ഹരിയും കൂട്ടുകാരും നാട് വിടുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവർ രോഹിത്തിനെ കൂടി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഹരി രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ രോഹിത്തിൻ്റെ ഫോൺ മുകളിൽ നിന്ന് റിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കേൾക്കാണ്, കൃഷ്ണ കേൾക്കുന്നുണ്ട് രോഹിത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഇതേ അച്ഛാ രോഹിതൻ്റെ ഫോൺ മുകളിൽ നിന്ന് റിങ് ചെയ്യുന്നു. അപ്പോൾ രോഹിതൻ മുകളിലുണ്ടോ? ഇല്ലല്ലോ, രോഹിത് പുറത്തേക്ക് പോയതാണല്ലോ, എന്നാൽ വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും അതുപോലെ അലീനയും ബബിതയും ബാലചന്ദ്രനും എല്ലാം കൂടെ റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഫോൺ കിടന്ന് റിങ് ചെയ്യുന്നത് കാണുന്ന കൃഷ്ണ ഫോൺ എടുത്തിട്ട് ദേ അച്ഛ ഹരിയേട്ടനാണല്ലോ വിളിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ തന്നെ അലീന പറയുന്നുണ്ട്, എന്നാൽ എന്തോ കുഴപ്പമുണ്ട് അച്ഛ, ഹരിയുമായിട്ടുള്ള എന്തോ കൂട്ടുകെട്ടിൽ അവൻ എന്തോ അബദ്ധത്തിൽ പോയി ചെന്ന് ചാടിയിട്ടുണ്ട്, അതാണ് ഹരി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ അവൻ മറന്നു പോയതാണ് ഫോൺ എടുക്കാനായിട്ട് അവൻ ഒരു പക്ഷേ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ഫോണൊന്ന് തന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോൾ ഹരി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അതെടുക്കാതെ കട്ടായി പോവാട്ടോ. അപ്പോൾ ആ കോൾ എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആ കോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് എന്താ സംഭവം എന്ന് അറിയാൻ പറ്റും എന്ന് പറയാണ് അലീന. പക്ഷേ നമ്മൾ ചോദിച്ചാലൊന്നും പറയില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനി കോൾ വരികയാണെങ്കിൽ കൃഷ്ണ ഫോൺ എടുക്കുക എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണ എടുക്കുമ്പോൾ എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ജസ്റ്റായിട്ട് അന്വേഷിക്കാമല്ലോ. ബബിതയോടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ എടുക്കില്ല, ഹരിയേട്ടൻ്റെ ഫോൺ ഞാൻ എടുക്കില്ല, അവൻ്റെ ഫോൺ ഞാൻ എടുക്കില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ ഫോണോ, നിൻ്റെ ചേട്ടനല്ലേ അത്? ഒരു ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അലീനയ്ക്ക് സംശയം തോന്നുകയാണ്. അപ്പോൾ എന്നാൽ കൃഷ്ണമോൾ ഫോൺ എടുക്കട്ടെ എന്ന് പറയണം. അപ്പോൾ വീണ്ടും ഹരി ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ഫോൺ എടുക്കുകയാണ്. ഹലോ ഹരിയേട്ടാ, എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. രോഹിത്തിൻ്റെ ഫോണല്ലേ ഇത്, രോഹിത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ രോഹിട്ടൻ വീട്ടിൽ വന്നിട്ട് ഫോൺ എടുക്കാൻ മറന്നിട്ടാണ് പോയതെന്ന് തോന്നുന്നു എന്ന് പറയണം. ഹരിയേട്ടൻ എവിടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ. എന്ത് കുഴപ്പം എന്ന് ചോദിക്കണം. അല്ല, രോഹിയേട്ടൻ വീട്ടിൽ വന്നിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ, എങ്ങോട്ടാണ് പോയത്? അതൊന്നും അറിയത്തില്ല, ബാഗൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. ആണോ, ഇന്ന് ഈ ഫോൺ എടുക്കാൻ മറന്നതായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ അതെ, ഫോൺ എടുക്കാൻ മറന്നു എന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം ഹരി അവരോട് പറയുന്നുണ്ട്, അവൻ ഫോൺ എടുക്കാതെ പോയതാണ് എന്ന് പറയാം കേട്ടോ. ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ ആ ഫോണിൽ അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് അവർ കാണുമ്പോൾ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിപ്പോൾ അവൻ്റെ ഫോണിൽ ലോക്ക് ഇട്ടിട്ടുണ്ടാകും, അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും അവരത് ഓപ്പൺ ആക്കിയാലോടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ ആ ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട്. നീ എന്താ മോളെ അതിൽ ചെയ്യുന്നത് എന്ന് അലീന ചോദിക്കുമ്പോൾ ഈ ഫോണൊന്ന് ഓപ്പൺ ആക്കാൻ നോക്കുകയാണ് ചേച്ചി എന്ന് പറയാം കേട്ടോ. അത് പാസ്വേഡ് ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ബബിത ഫോൺ വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. നോക്കട്ടെ ഞാനൊന്ന് നോക്കാം, രോഹിയേട്ടൻ്റെ പാസ്വേഡ് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കാറുണ്ട് എന്ന് പറയണം. അപ്പോൾ ബബിത നോക്കുമ്പോഴും അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അലീന ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ എന്താ ഇനിയിപ്പോൾ ചെയ്യുക? അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ആകെ ടെൻഷനാണ്, എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അലീന ഇങ്ങനെ തൊട്ട് അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ക്യാമറ ഓൺ ആവുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൽ എന്തോ വന്നേക്കുന്നു എന്ന് പറയുമ്പോൾ അത് ക്യാമറ ഓൺ ആയതാ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഓൺ ആയതാണെങ്കിൽ അപ്പോൾ അതിൽ ഗാലറിയിലൊക്കെ നേരിട്ട് കടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നേരിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ആ ഗ്യാലറിയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ ഫോട്ടോസ് ഇങ്ങനെ അതേ ചേച്ചി ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ കാണുമ്പോൾ അലീന ആകെ ഞെട്ടിപ്പോവാണ്. ഇവരാകെ ഷോക്കായി പോവാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ആകെ മുഖം പൊത്തി പോകുന്നുണ്ടോ, കാരണം അത്രയും ഒരു പെൺകുട്ടിയുടെ നേക്കഡായിട്ടുള്ള ബോഡിയും അതുപോലെ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവരാകെ തകർന്നു പോവാണ്. അലീനയ്ക്ക് സംഭവം മനസ്സിലാവണം, ഇവന് ഹരി ഏതോ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുവന്നിട്ട് ഇവരെന്തൊക്കെയോ ചീത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അത് എങ്ങനെ ബാലചന്ദ്രനെ കാണിക്കും എന്നുള്ളത് ഒരു ടെൻഷനിലാണ്. അപ്പോൾ എന്താണ് അതിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അത് ഒന്നുമില്ല എന്ന് പറയും. തന്നെ ഫോൺ നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങാൻ നേരത്ത് വേണ്ട അച്ഛാ അതിലും അത്ര കാര്യമായിട്ടൊന്നുമില്ല, ഫോട്ടോസാണ് എന്ന് പറയണം. എന്ത് ഫോട്ടോസാണ്? അങ്ങനെ ബാലചന്ദ്രൻ അത് പിടിച്ച് വാങ്ങിക്കുകയാണ്. ബാലചന്ദ്രൻ ആ ഫോട്ടോസൊക്കെ ഉണ്ടാകെ തകർന്നു പോവുകയാണ്. തൻ്റെ മകൻ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയല്ലോ എന്ന് ഓർത്തിട്ട് അയാൾക്ക് ആകെ വിഷമം തോന്നുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ അവൻ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നറിയാതെ
രക്ഷിക്കുമെന്നല്ല, അവനിങ്ങനെ നശിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു ടെൻഷനും എന്നൊക്കെ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ആ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുത്ത് മാറ്റുന്നുണ്ട്, മക്കളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഹാഫ് നെയ്ക്കണായിട്ടുള്ള ഭാഗം മാത്രമാണ് ഇവർ ഗേൾസ് കണ്ടിട്ടുള്ളത്. ബാലചന്ദ്രൻ നോക്കുമ്പോൾ അതിൽ ഒരുപാട് അങ്ങനത്തെ വീഡിയോസ് കാണുകയാണ്. അപ്പോൾ ബാലചന്ദ്രനാകെ ടെൻഷനായി പോവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, രോഹിത് എന്തായിരിക്കും ആ കുട്ടിയെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള. അപ്പോൾ ഹരിയുടെയും ഒക്കെ സംസാരം അതിലിങ്ങനെ കേൾക്കുകയാണ്. വീഡിയോ ശരിക്കും ബ്ലറാണ്, പക്ഷേ ഇവരുടെയൊക്കെ സംസാരം കേൾക്കേണ്ട. എടാ രോഹിത്, നീ വീഡിയോ എടുക്കട എന്നൊക്കെ ഹരി ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രോഹിത് ശരിക്കും ഇതിൽ പെട്ടുപോയതാണ് എന്നുള്ളത് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. ഹരിയും കൂട്ടുകാരും ചേർന്നിട്ട് അവിടെ ഒരു പൈശാചിക പ്രവൃത്തി തന്നെ ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇതിൽ നിന്ന് അവരെയൊക്കെ എസ്കേപ്പ്, അങ്ങനെ രോഹിത്തിനെ രക്ഷിച്ചെടുക്കും, രോഹിത്തിന് എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഒന്നും അറിയാത്തൊരു ടെൻഷനിലാണ്. അതേസമയം രോഹിത് എങ്ങോട്ടൊന്നില്ലാതെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോവാട്ടോ. ഇനി എന്ത് ചെയ്യും, എവിടെ പോകണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് വഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഫോൺ കാണുന്നില്ല. പോക്കറ്റിലില്ല, പാൻറ്റിൻ്റെ പോക്കറ്റിലോ ഷർട്ടിലോ അല്ലെങ്കിൽ ബാഗിലൊക്കെ തപ്പി നോക്കുന്നുണ്ട്, ഫോണില്ല. ആ സമയത്ത് രോഹിത്തിന് മനസ്സിലാവുകയാണ് ഫോൺ താൻ വീട്ടിൽ വെച്ച് മറന്നു എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അത് വളരെയധികം ഡേഞ്ചറാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ്. പക്ഷേ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ല, ഫോൺ അന്വേഷിച്ച് ചെല്ലാനും പറ്റത്തില്ല. എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും എന്നറിയാതെ, ആരും വിളിക്കാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ ഹരിയാണെങ്കിലും മറ്റുള്ളവരെയാണെങ്കിലും ഒന്നും വിളിക്കാനും വിവരങ്ങൾ അറിയാനും ഒന്നും പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിലാണ് രോഹിത് നിൽക്കുന്നത്. അപ്പോൾ ആകെ ഒരു ഭയങ്കര പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനാണ് ഇനി അവിടെ വരാൻ പോകുന്നത്. രോഹിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹരിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് വൈജയന്തി. മക്കളുടെ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു സംഭവങ്ങളും വൈജയന്തി അറിയുന്നില്ല, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ബാലചന്ദ്രൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. അലീനെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവില്ല, അച്ഛന് വയ്യാത്തതല്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ മോളെ ഞാൻ എൻ്റെ കുടുംബം എത്ര നല്ല രീതിയിൽ കൊണ്ടുവന്നതായിരുന്നു, ആകെ എല്ലാം കൂടി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്താൻ പറയല്ല, മക്കൾ ഇങ്ങനെയൊക്കെ വഴി തെറ്റി പോകുന്നതിൽ അച്ഛനും ഒരു പങ്കുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛനും പങ്കുണ്ട് അച്ഛാ. അച്ഛനും ഈ അമ്മയോടുള്ള വാശിയും കാതൊക്കെ കാരണം ഇപ്പോൾ കൂടുതലും അവർ തീരെ ശ്രദ്ധിക്കാതെ വിട്ടുപോയതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് അതൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. എന്താണ് സത്യം നടന്നത്, എന്താണ് ഇനി ചെയ്യാനുള്ളത് നമ്മൾ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതമാണ് അവരെല്ലാവരും കൂടി നശിപ്പിച്ചിരിക്കുന്നത്. അതാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് എന്താണ് ഇനി വരാൻ പോകുന്നത് അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അച്ഛനെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല, ഞാൻ മനുവേട്ടനെ വിളിച്ച് കാര്യം പറയാം, മനുവേട്ടനോട് ഉടനെ തന്നെ വരാൻ പറയാം. എന്താണെങ്കിലും മനുവേട്ടൻ്റെ അനുജനും കൂടിയിട്ടല്ലേ ഇതിൽ പങ്കാളിയായേക്കുന്നത്, അവനല്ലേ ഇത്രയും അവൻ്റെ കൂടെ കൂടരുതെന്ന് എന്തോരം വട്ടം രോഹിത്തിനോട് പറഞ്ഞതാണ്. ഇപ്പോൾ അവൻ്റെ കൂടെ കൂടി ഇനി എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും വലിയ പ്രശ്നത്തിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ് അലീന. അങ്ങനെ പെട്ടെന്ന് തന്നെ മനുവിനെ ഫോൺ ചെയ്ത് അലീന എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. എല്ലാം കൂടി കേട്ട് കഴിഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാവാണ് മനു പറയുന്നുണ്ട്, അലീന താൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ, അതേ മനുവേട്ടാ സത്യമാണ്, രോഹിത്തിൻ്റെ ഫോൺ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ കണ്ട കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ എന്തോ ഒരു വലിയ ക്രൈം അവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അച്ഛന് ഒറ്റയ്ക്ക് ഇത് ഇനി ഒന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നാട്ടിലാണെങ്കിൽ ആരും ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. മനുവേട്ടൻ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വരാം, ഉടനെ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ആകെ ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ആക്കുമെന്നറിയാത്ത ഒരു ഭയങ്കര ഒരു ടെൻഷനിലാണ് അലീന. കാരണം തൻ്റെ കുടുംബമാണ്, തൻ്റെ അനുജനാണ്, തൻ്റെ ഫാമിലിയാണ്, തൻ്റെ അച്ഛനാണ്, തൻ്റെ അമ്മയാണ്. അപ്പോൾ അവരെ എങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ രക്ഷിക്കും? ഇതിപ്പോൾ നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, എത്രത്തോളം ഇത് ഡേഞ്ചർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആക്കി എടുക്കണം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള, എങ്ങനെയെങ്കിലും തൻ്റെ കുടുംബത്തെ രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അലീന. എന്ത് ചെയ്തിട്ട് എല്ലാത്തിൽ നിന്നും ഒരു മോചനം കിട്ടുമെന്ന് അറിയാത്ത ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലെയുള്ള അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.